ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സനായി ചൂസ്ലോ. ഇന്ന് നവേദ്യൻ്റെ ഒരു ചെറിയ മിനി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നവേദ്യൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ 2 ദിവസം വൈകിയിട്ടുണ്ട്, അതൊന്ന് ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഒരു 6:45 ആകുമ്പോൾ തന്നെ എല്ലാവരും ബസ്സിലേക്ക് കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഇച്ചനെ കാണാൻ വേണ്ടി. ഇച്ചൻ്റെ ലുക്കൊക്കെ ഇത് കണ്ടു ഭയങ്കര രസമുണ്ട്. ഫ്രണ്ട്സ് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ആ ചെറിയ ഡ്രസ്സിലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇച്ച് ഫ്ലവർ ഷോ ആണ് കേട്ടോ ഉള്ളത്. അവൻ ചെറിയ കുട്ടിയില്ല, അതുകൊണ്ട് അവനക്കൊക്കെ ഫ്ലവർ ഷോ ആണ്. അവനൊക്കെ ഭയങ്കര സന്തോഷമാണ്. വേണ്ടില്ല ഫ്രണ്ട്സ്, പൂവെ കുറിച്ചവിടെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ മുമ്പ് തന്നെ മാസികയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കളിയൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ റാലി പോകാൻ വേണ്ടി പോവാണ്. നമ്മുടെ വലിയ പള്ളിയായ കളിക്കാട് പള്ളിക്ക് പോകണം കേട്ടോ. ഫുള്ള് മഴയും ചളിക്കണം ഫ്രണ്ട്സ്. അതുകൊണ്ട് നമുക്ക് നബിദിനെ ആഘോഷിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഓട്ടോ ഒക്കെ പിടിച്ചിട്ട് വേണം. സാധാരണ നടന്നാണ് പോകാറ്, പക്ഷേ ഇപ്പോൾ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഓട്ടോ പിടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ അവരൊക്കെ ഒരു ഓട്ടോയിൽ പോയി, ഞാനും പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വേറൊരു ഓട്ടോയൊക്കെ പിടിച്ചിട്ട് അതിൽ കയറി പോയിട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഇവിടെ എത്തി കുറച്ച് നേരം തന്നെ എല്ലാവരും അവൻ്റെ ദഫ്, സ്കൗട്ട്, പിന്നെ ആ വടിയൊക്കെ പിടിച്ച് കളിക്കുന്ന സാധനം, ഫ്ലവർ ഷോ എല്ലാവരും ഒന്ന് കളിക്കാൻ തുടങ്ങി കേട്ടോ. ആദ്യം നമുക്ക് ഇവിടുന്ന് ഒരു വട്ടം കളിച്ച് തന്നിട്ട് പിന്നെയാണ് അവർ റാലി പോവുക. നല്ല രസമുണ്ടായിരുന്നു ഫ്രണ്ട്സ്, എല്ലാവരും കൂടി ഇങ്ങനെ ഒന്ന് കളിക്കുന്നതാണ്. ചെറിയ കുട്ടിയിൽ തന്നെ പിന്നെ കുറച്ച് പ്രായമായതിൻ്റെ ദഫ്മുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒന്ന് പാട്ടിടാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഫ്രണ്ട്സ്, പക്ഷേ നമുക്ക് കോപ്പിറൈറ്റ് തരും ചാനലിൽ. അതാണ് ഞാൻ നിങ്ങൾക്ക് പാട്ടിടാതെ ഇങ്ങനെ വോയിസ് ഓട്ടൊക്കെ എടുത്തത് കാണിച്ചിരുന്നു കേട്ടോ. അതൊക്കെയാണ് ഇതാ എല്ലാവരും റാലി പോകാൻ റെഡിയായി എല്ലാവരും പോകാൻ നിൽക്കുകയാണ്. ചെറിയ കുട്ടികളൊക്കെ എങ്ങോട്ട് പോകാൻ അറിയാണ്ട് അങ്ങോട്ട് ഇവിടെ തിരിഞ്ഞും കൂടെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ വലിയ ആൾക്കാർ വന്ന് അവനൊക്കെ വിളിച്ചിട്ട് പോയി. അതായത് നമ്മൾ പിന്നെ പെൺകുട്ടികളൊക്കെ അവിടെ തന്നെ മാസയിലിരുന്നു കേട്ടോ. അവർ റാലി പോയിട്ട് നേരെ നമുക്കൊരു പണിയല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരം കളിച്ചിലൊക്കെ അങ്ങനെ ഇരുന്നു. അതായത് കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോഴേക്കും എല്ലാവരും വന്നു. ഇതാ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. ഇച്ചയൊക്കെ ആണെങ്കിൽ നനഞ്ഞിട്ടുണ്ട്, എന്നാലോ ഫുള്ള് മുഖമൊക്കെ ചവിത്തുണ്ട്, വെയിലും ഉണ്ട് വല്ല എന്താണെന്നറിയില്ല. പാവൻ ചെക്കൻ ഫുൾ ടയേർഡായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാലും ഒരു കാര്യമില്ല ഫ്രണ്ട്സ്. എന്നിട്ടോ അവിടെ വന്ന് ഇങ്ങനെ ഇവിടെ തന്നെ അത് പറയുന്നത് ഇത് പറയുന്നത് ഒരു ഭാഗത്ത് നിൽക്കുന്നില്ല കേട്ടോ. അവൻ മദ്രസയ്ക്ക് പോയില്ല ഫ്രണ്ട്സ്. ഇതൊക്കെ എൻ്റെ ഉമ്മ വീഡിയോ എടുത്തതാണ് കേട്ടോ. അവിടേക്ക് വന്ന കുട്ടികളൊക്കെ അവിടേക്ക് റാലി വരില്ല, അപ്പോൾ കണ്ട കാഴ്ചകളാണ് അതൊക്കെ. വേറെ മാസത്തെ കുട്ടികളും കുറേ പേര് വന്നിട്ടുണ്ടായി. ഇതാണ് നമ്മുടെ മാസത്തെ റാലി. അപ്പോൾ അത് അയച്ചൊക്കെ അച്ഛനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ലാസ്റ്റ് നിൽക്കുന്നുണ്ട് അവിടെ മുമ്പറത്താണ് അവൻ. പക്ഷെ നമുക്ക് അങ്ങനെ അവൻ്റെ ഫ്ലവർ ഷോ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ആ മുമ്പറത്തല്ലേ. നമുക്ക് ബാക്കിലെ ദഫും കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അവിടെ ആണെങ്കിൽ പിന്നെ നിൽക്കാൻ സ്ഥലമില്ല ഫ്രണ്ട്സ്, ഫുൾ തിരക്കാണ്. നമ്മുടെ റോഡ് അത്ര വലുതൊന്നുമല്ലല്ലോ, അവിടെ അങ്ങനെ നിൽക്കാനും സ്ഥലമില്ല. എല്ലാവർക്കും മുട്ടായും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർ നിൽക്കാൻ കേട്ടോ. അതൊക്കെ ഉണ്ട് അവരിപ്പോൾ ദഫൊക്കെ കളിക്കുള്ളൂ. ഇനിച്ചാണെങ്കിൽ ഉമ്മാൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. അവനെ കാണുമ്പോൾ പാവം തോന്നുന്നു ഫ്രണ്ട്സ്, നോക്കിക്കൊണ്ട് വയ്യാത്ത പോലെ നിൽക്കുന്നില്ലേ. വന്ന് കുറച്ച് നേരം ഉമ്മാൻ്റെ കൂടെ നിൽക്കുമ്പോൾ പിന്നെ അവന് കളിക്കാൻ സമയം വേണ്ടി അവരൊക്കെ വിളിച്ചിട്ട് പോയിട്ടോ. അങ്ങനെ അത് അവനും ഫ്ലവർ ഷോ കളിക്കാൻ വേണ്ടി പോയിട്ടോ. അത് അവിടെ ഫ്രണ്ട് ഇച്ചൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ കാണുന്നില്ല. നമുക്ക് ഇങ്ങനെ എല്ലാവരും എടുക്കാൻ പറ്റില്ല, കുറേ കുട്ടികളുണ്ടല്ലോ ഫ്രണ്ട്സ് നമ്മുടെ മനസ്സിൽ, അപ്പോൾ എല്ലാവരും എടുക്കാൻ പറ്റില്ല. പിന്നെ ഇച്ച അവിടെ അറ്റത്താണ്, അവനൊന്നും കാണില്ല കേട്ടോ. നമ്മൾ പെറ്റിന പോലെ കാണുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ നബിദിനായിട്ട് റാലി മാത്രമേ പോയിട്ടുള്ളൂ. ചെക്കന്മാരുടെ പെണ്ണുങ്ങളുടെയും വേറെ വേറെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ നബിദിനത്തിൻ്റെ. അപ്പോൾ അതൊക്കെ പറയുന്ന ഭയങ്കര സ്റ്റേജൊക്കെ ഇട്ട് വലിയ പരിപാടിയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നടന്നതായിരിക്കും കേട്ടോ. ഞാൻ പിന്നെ ബുറുദക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇച്ചാണെങ്കിൽ ഫ്ലവർ ഷോന് എല്ലാത്തിനും കേട്ടോ. അപ്പോൾ അവിടെയൊക്കെയാണ് തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ബൈ ബൈ.